കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രിങ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സ്ട്രിങ്സ് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി ഈ സ്ട്രിങ്സിനെ നമ്മൾ പ്രോഗ്രാമിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള ഫങ്ഷൻസ്. അപ്പോൾ ഈ ഒരു ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസിയർ ആയിട്ട് നമ്മുടെ സ്ട്രിങ്സിൻ്റെ മുകളിൽ നമുക്ക് ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. അപ്പോൾ ആ ഫങ്ഷൻസിൽ കുറച്ചെണ്ണം നമുക്ക് ഇന്ന് പരിചയപ്പെടാം. strcpy, strcat, strlen. ഈ ഒരു മൂന്നെണ്ണമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ നോക്കാനുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് ആദ്യം ഈ ഒരു 3 ഫങ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ S1 S2 എന്ന് പറഞ്ഞിട്ട് 2 സ്ട്രിങ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 2 സ്ട്രിങ്സിനെ വെച്ചിട്ട് strcpy എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നത് കോപ്പീസ് സ്ട്രിങ് S2 ഇൻറ്റു സ്ട്രിങ് S1. അതായത് strcpy ഓഫ് S1, S2. അതായത് S2ൽ നമ്മൾ കൊടുത്തിട്ടുള്ള S2ൽ എന്ത് സ്ട്രിങ് ആണോ അത് എന്തിലേക്ക് മാറും? S1 എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ്ങിലേക്ക് കോപ്പി ആവും. അപ്പോൾ ഇതാണ് strcpy എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്തത് strcat ഓഫ് S1, S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺകാറ്റനേറ്റ് സ്ട്രിങ് S2 ഓൺ ടു ദ എൻഡ് ഓഫ് സ്ട്രിങ് S1. 2 സ്ട്രിങ്ങും തമ്മിൽ കൺകാറ്റനേറ്റ് ചെയ്യുക, അതായത് 2 സ്ട്രിങ്ങും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക എന്നുള്ളതാണ് കൺകാറ്റനേറ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ strcat ഓഫ് S1, S2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ S2ലുള്ള സ്ട്രിങ് എന്തിക്ക് മാറും? S1ൻ്റെ ലാസ്റ്റിലേക്ക് വന്ന് ആഡ് ആവും. അപ്പോൾ strcat എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ മീനിങ് അതാണ്. അടുത്തത് strlen ഓഫ് S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺസ് ദ ലെങ്ത് ഓഫ് സ്ട്രിങ് S1. അതായത് ഈ നമ്മൾ കൊടുത്തിട്ടുള്ള S1ൽ എന്ത് സ്ട്രിങ് ആണോ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ്, ആ എത്ര വേർഡ് ഉണ്ട്, അതായത് ആ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളതാണ് എന്തിൽ കണ്ടുപിടിക്കുക? strlen എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ strlen ഓഫ് നമുക്ക് എന്ത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണോ കാണേണ്ടത് അത് കൊടുക്കുക. S1 S2 നമ്മൾ ഏത് പേരിലാണോ നമ്മുടെ സ്ട്രിങ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് കൊടുക്കാം. ഇനി നമുക്കിത് പ്രോഗ്രാമിൽ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് കാണാം. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് സ്ട്രിങ് ഓപ്പറേഷൻസ് എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ #include iostream എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹെഡർ ഫയലിൻ്റെ കൂടെ തന്നെ #include c സ്ട്രിങ്ങും കൂടി നമുക്ക് കൊടുക്കണം, അല്ലെങ്കിൽ string.h. അപ്പോൾ അതാണ് സ്ട്രിങ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഹെഡർ ഫയലാണ് എന്ത്? c സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയൽ. അപ്പോൾ ആ c സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നെയിം സ്പേസ്, അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാരക്ടർ ടൈപ്പായിട്ടാണ് നമ്മൾ സ്ട്രിങ് ഡിക്ലെയർ ചെയ്യുന്നത്. ആദ്യം char str1 എന്ന് പറഞ്ഞത് ആദ്യത്തെ സ്ട്രിങ്ങിൻ്റെ പേരാണ്. അതിൻ്റെ സൈസ് നമ്മൾ 10 എന്ന് മെൻഷൻ ചെയ്തു. അതിനുശേഷം str1ൽ നമ്മൾ ഓൾറെഡി എന്ത് കൊടുത്തു? ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് char str2 10 സൈസുള്ള രണ്ടാമത്തെ സ്ട്രിങ് str2. അതിൽ നമ്മൾ എന്ത് സ്ട്രിങ്ങാണ് കൊടുത്തത്? വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമുക്ക് മൂന്നാമതൊരു സ്ട്രിങ്ങും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. char str3 സൈസ് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം len എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളും കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ യൂസൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ആദ്യം strcpy അതെന്തിനു വേണ്ടിയിട്ടാണ്? str1ലുള്ള സ്ട്രിങ് str3യിലേക്കാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് strcpy ഓഫ് ഏതിലേക്കാണോ ആദ്യം കോപ്പി ചെയ്യുന്നത് ആ സ്ട്രിങ് നെയിമാണ് നമ്മൾ ഓഫിൻ്റെ അകത്ത് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് str3, str1. ഇപ്പോൾ str1ലുള്ള വാല്യൂ എന്താണോ സ്ട്രിങ് അത് ഏതിലേക്ക് കോപ്പി ചെയ്യപ്പെടും? str3യിലേക്ക് കോപ്പി ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്താണ് പ്രിൻ്റ് ചെയ്ത് കിട്ടേണ്ടത്? strcpy ഓഫ് str3, str1. ഇങ്ങനെ ചെയ്തിട്ടുള്ളതിൻ്റെ ആൻസർ ഏതിലാണ് ഇപ്പോൾ കിടക്കുന്നത്? str3യിലാണ് കിടക്കുന്നത്. അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് കൺകാറ്റനേറ്റ്സ് str1 ആൻഡ് str2. ഈ 2 സ്ട്രിങ്ങിനെയും തമ്മിൽ ആഡ് ചെയ്യുക. രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ഏതിലാണ് കിടക്കേണ്ടത്? str1ലാണ് കിടക്കേണ്ടത്. str1ലും ഒരു
സ്ട്രിങ് ഉണ്ടായിരിക്കും, str2ലും ഒരു സ്ട്രിങ് ഉണ്ടായിരിക്കും. ഈ രണ്ട് സ്ട്രിങ്ങും തമ്മിൽ ആഡ് ചെയ്തിട്ട് str1ൽ മാത്രമായിട്ട് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് str cat ഓഫ് str1, str2. അതിൻ്റെ അകത്ത് എന്താണ് ആ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? str1ലായിരിക്കും നമ്മുടെ ആൻസർ കിടക്കുന്നത്. ഇനി അടുത്തത് ടോട്ടൽ ലെങ്ത് ഓഫ് str1 ആഫ്റ്റർ കൺകാറ്റിനേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ str1ൽ എന്ത് കിടക്കുന്നുണ്ട്? നമ്മുടെ str1ഉം str2ഉം കൂടി രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് എന്തിൽ കിടക്കുന്നത്? str1ൽ കിടക്കുന്നത്. ഇനി നമുക്ക് എന്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ str1ൻ്റെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ str1ൽ രണ്ട് സ്ട്രിങ്സും ആഡ് ചെയ്തത് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം len എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത് വെച്ചത്. അപ്പോൾ len = strlen ഓഫ് str1. അപ്പോൾ str1ൻ്റെ ലെങ്ത്ത് ഏത് വാരിയബിളിലേക്കാണ് പോകുന്നത്? len എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിളിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം. എങ്ങനെ? coutൽ strlen ഓഫ് str1 എന്താണ് ഈക്വൽ ടു ഏതിലാണ് കിടക്കുന്നത്? len എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിളിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. C സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയൽ, C സ്ട്രിങ്. അതിനുശേഷം നമ്മുടെ മെയിനിൻ്റെ അകത്ത് നമുക്ക് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. char ആദ്യം സ്ട്രിങ് 1 ഡിക്ലെയർ ചെയ്യാം. str10 എന്ന് പറഞ്ഞിട്ടുള്ള സൈസ് കൊടുത്തു. അതിനുശേഷം ഒരു സ്ട്രിങ് കൊടുക്കുകയാണ്. ഹലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രിങ് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഒരു സ്ട്രിങ്ങും കൂടി നമുക്ക് കൊടുക്കാനുണ്ട്, str2. അതിൽ നമുക്ക് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രിങ് കൊടുക്കാം. ഇനി നമുക്ക് ഒരു എക്സ്ട്രാ സ്ട്രിങ്ങും കൂടി വേണം, str3 ഓഫ് 10 എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ട്രിങ്ങും കൂടി നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് int len എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളാണ്. ഇനി ആദ്യം നമുക്ക് strcpy എന്ന് പറഞ്ഞിട്ടുള്ള ഫങ്ഷൻ ചെയ്യാം. അതിൽ str3, str1. str1ലുള്ള ആൻസർ ഇതിലേക്ക് പോകും, str3ലേക്ക് കോപ്പി ചെയ്യപ്പെടും. ഇനി നമുക്ക് coutൽ വേണ്ടത് strcpy ഓഫ് str3, str1. അതിൻ്റെ ആൻസർ ഏതിലാണ് കിടക്കുന്നത്? അതിൻ്റെ ആൻസർ കിടക്കുന്നത് str3ലാണ് കിടക്കുന്നത്, str3. ഇനി അടുത്തത് കൺകാറ്റിനേറ്റ് ചെയ്യാനാണ്. strcat str1ഉം അതുപോലെ str2ഉം തമ്മിൽ കൺകാറ്റിനേറ്റ് ചെയ്ത് അതിൻ്റെ ആൻസർ കിടക്കേണ്ടത് എന്തിലാണ്? str1ലാണ് നമ്മുടെ ആൻസർ കിടക്കുന്നത്. strcat1 string 2 നമ്മുടെ ആൻസർ കിടക്കുന്നത് str1ലാണ്. ഇനി അടുത്തത് നമുക്ക് ലെങ്ത് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ലെങ്ത്തിൽ നമുക്ക് strlen ഓഫ് ഫങ്ഷനിൽ നമുക്ക് str1ൻ്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. str1 കൊടുത്തു. അതിനുശേഷം coutൽ നമുക്ക് പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. നമ്മുടെ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് strlen ഓഫ് str1 ഏതിലാണ് നമ്മുടെ ആൻസർ കിടക്കുന്നത്? ലെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിളിലാണ് നമ്മുടെ ആൻസർ കിടക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഒരു ലൈനിലാണ് വന്നിട്ടുള്ളത്.
നമുക്കത് സെപ്പറേറ്റ് ലൈനിലേക്ക് ആക്കി മാറ്റാം. ഓക്കെ, നമുക്ക് ആൻസർ ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ കോപ്പി ചെയ്യാനായിരുന്നു. STR1 ആൻസർ ഇതിലേക്ക് പോയി, STR3 പോയി. അതേപോലെ കൺകാറ്റിനേറ്റ് ചെയ്തു, 2 ആൻസറും കൂടി കൺകാറ്റിനേറ്റ് ചെയ്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ലെങ്ത്ത് കിട്ടി, ഹലോ വേൾഡിൻ്റെ ലെങ്ത്ത് എത്രയാണ് 11 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടി.